കൈ കൊടുത്ത് പറയാൻ സന്തോഷമുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. ഞാൻ പറഞ്ഞോളൂ കൈ കൊടുക്കാം. സന്തോഷമാണെങ്കിൽ പറഞ്ഞിട്ട് പാപത്തെ ജയിക്കണമെങ്കിൽ പാപസംബന്ധമായ ഒരു മരണം വ്യാപരിക്കണം. പറഞ്ഞിട്ട് പാപത്തെ ജയിക്കണമെങ്കിൽ പാപസംബന്ധമായ ഒരു മരണം വ്യാപരിക്കണം. ഒച്ചത്തിൽ പറഞ്ഞിട്ട് പാപത്തെ ജയിക്കണമെങ്കിൽ പാപസംബന്ധമായ ഒരു മരണം വ്യാപരിക്കണം. എങ്ങനെയാണ് ഈ പാപസംബന്ധമായി മരിക്കുന്നത്? എത്ര പേർക്ക് ഉറപ്പുണ്ട് ഞാൻ പാപസംബന്ധമായി മരിച്ചവനാണ്? അങ്ങനെ ഉറപ്പുള്ള ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാൻ കൈകളൊക്കെ കാണട്ടെ. അരക്കൈ, കാക്കൈ, മുക്കാക്കൈ എന്ന് ഒരു കൈയുള്ള ഒരു കാണിച്ചാട്ടെ. ഓക്കെ, വായിച്ചാട്ടെ. 3-ാം വാക്യം. അല്ല, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളിയായി തീരുവാൻ സ്നാനമേറ്റിരിക്കുന്നത് നാം അറിയുന്നില്ലയോ? നോക്കണേ, ഇവിടെ പാപസംബന്ധമായ ഒരു മരണം വ്യാപരിച്ചവരെ മാത്രമേ പാപത്തെ ജയിക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ മരണം എപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചതെന്നാണ് പറയുന്നത്. യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റ സമയത്ത് ഞാൻ സ്നാനപ്പെട്ടത് അവന്റെ മരണത്തിൽ പങ്കാളിയാകാനാണ്. എല്ലാവരും പറഞ്ഞേ, യേശുവിന്റെ മരണത്തിൽ, യേശുവിന്റെ മരണത്തിൽ പങ്കാളിയാകാനാണ് ഞാൻ സ്നാനമേറ്റത്. അപ്പം സ്നാനപ്പെട്ടപ്പോൾ വാസ്തവത്തിൽ നീ സ്വീകരിച്ചത് പാപസംബന്ധമായ ഒരു മരണമാണ്. സ്നാനപ്പെട്ടപ്പോൾ വാസ്തവത്തിൽ നീ സ്വീകരിച്ചത് പാപസംബന്ധമായ ഒരു മരണമാണ്. സ്നാനപ്പെട്ടപ്പോൾ നിന്നിൽ വ്യാപരിച്ചത് പാപസംബന്ധമായ ഒരു മരണമാണ്. സ്നാനപ്പെടേണ്ടവൻ രക്ഷിക്കപ്പെട്ടവനായിരിക്കണം. രക്ഷിക്കപ്പെട്ടവൻ ചാകുകയാണ് ചെയ്യുന്നത്. രക്ഷിക്കപ്പെട്ടവൻ പഴയ മനുഷ്യൻ മരിക്കുകയാണ് ചെയ്യുന്നത്. ചത്തവനെയാണ് കുഴിച്ചിടുന്നത്. വാസ്തവത്തിൽ സ്നാനക്കുളം എന്ന് പറയുന്ന സ്ഥലത്തിന് മറ്റൊരു പേര് കൊടുത്താൽ അതിന്റെ പേര് സിമിട്രി എന്നാണ്, സിമിറ്റേരി എന്നാണ്, കുഴിച്ചിടുന്ന സ്ഥലം എന്നാണ്. പഴയ മനുഷ്യനെ വെള്ളത്തിൽ ആഴ്ത്തി പുതിയ മനുഷ്യൻ വെള്ളത്തിൽ നിന്ന് പുറത്തു വരുന്ന അനുഭവമാണ് സ്നാനം. ഒരു കാര്യം പറഞ്ഞാട്ട്, സ്നാനപ്പെട്ടിട്ട് 30 കൊല്ലമായിരിക്കും, പക്ഷെ ഇപ്പോഴിത് അറിഞ്ഞ് വിശ്വസിച്ചാൽ മതി, അന്നത്തെ വരെ ഇന്ന് ചെയ്യും. അല്ല, ഇനി വേണേ ഒന്നുകൂടെ സ്നാനപ്പെടാൻ പറ്റത്തില്ലല്ലോ. അന്ന് പെട്ടെന്ന് ഇന്നങ്ങ് വിശ്വസിച്ചാൽ മതി ഇങ്ങനെയായിരുന്നു. അല്ലേ പറഞ്ഞാട്ടെ. ആ സമയത്ത് സ്നാനപ്പെട്ടപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വചനം പറയുകയാണ്, അവനോട് കൂടെ കുഴിച്ചിടപ്പെട്ടു. ഒന്ന് പറഞ്ഞാട്ടെ, അവനോട് കൂടെ കുഴിച്ചിടപ്പെട്ടു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ് ഞാൻ സംസാരിക്കുന്നത്. പാപസംബന്ധമായ ഒരു മരണം നമ്മിൽ വാഴണം. ഒരു മരണം നമ്മിൽ വാഴണം. ആ മരണം നമ്മിൽ വാഴുന്നത് യേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളിയായി തീരാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? കണ്ടോ ആ വാക്ക്, അങ്ങനെയെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഇനി ഇന്നത്തെ ജീവിതത്തെ പറ്റി 6:4 നോക്കി. അങ്ങനെ അവന്റെ മരണത്തിൽ പങ്കാളിയായി തീർന്ന സ്നാനത്താൽ അവനോട് കൂടെ കുഴിച്ചിടപ്പെട്ടു. കണ്ടോ, അവനോട് കൂടെ. ആ വാക്കിനെ കണ്ടുവരികയാണെങ്കിൽ കൊള്ളാം. ഗ്രീക്ക് ടെർമിനോളജിയിൽ, ഗ്രീക്ക് ഭാഷയിൽ ഏറ്റവും ശക്തമായ ഒരു വ്യാഖ്യാനം കൊടുത്തിട്ടുള്ള ഒരു പദമാണ് അവനോട് കൂടെ കുഴിച്ചിടപ്പെട്ടു എന്ന പദം. ഇവിടെ അത് പറയുന്നുണ്ട്, അവനോട് കൂടെ കുഴിച്ചിടപ്പെട്ടു. അടുത്ത വാക്ക് നോക്കണം. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചിരുന്നേറ്റ പോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. ഈ ജീവന്റെ പുതുക്കം പുനരുത്ഥാനമല്ല. ഈ ജീവന്റെ പുതുക്കം സ്നാനപ്പെട്ട ശേഷം യേശു ക്രിസ്തുവിലുള്ള ജയജീവിതമാണ്. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഒന്നുകൂടെ പറയട്ടെ. ഇപ്പൊ പറഞ്ഞില്ലേ, അവനോട് കൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റു. ആ പറഞ്ഞിട്ടുള്ള ജീവിതം പുനരുത്ഥാനത്തിന്റെ ജീവിതമല്ല. ഒരുവൻ യേശുവിനോട് ചേരുവാൻ സ്നാനപ്പെടുമ്പോൾ യേശുവിന്റെ മരണം അവൻ ഏകീഭവിക്കുകയാണ്. യേശുവിന്റെ മരണത്തോട് അവൻ ഏകീഭവിക്കുകയാണ് എന്ന് പറഞ്ഞാൽ, യേശു മരിച്ചത് എന്റെ പേർക്കാണ്, ഞാൻ വിശ്വാസത്താൽ ഏറ്റെടുക്കുകയാണ് വാസ്തവത്തിൽ സ്നാനപ്പെടുമ്പോൾ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഇങ്ങനെ വിശ്വസിച്ച് സ്നാനപ്പെട്ടവൻ മരിച്ചിട്ട് യേശു കല്ലറയിൽ തീർന്നില്ല. അതുപോലെ തന്നെ ഇങ്ങനെ സ്നാനപ്പെട്ടവൻ വെള്ളത്തിൽ തീരുകയില്ല. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ, ആ വാക്കെല്ലാവരും ശ്രദ്ധിച്ചോളെ, ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റ പോലെ, തൊട്ടടുത്ത വാക്ക് നോക്കണം, നാമും. കണ്ടോ, അല്ലെങ്കിൽ ഈ റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 7-ാം ഒരു പ്രത്യേകത, യേശുവിന്റെ 100 കാര്യം പറയാം. യേശുവിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം. യേശു മരിച്ചെന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും തലകുലുക്കി സമ്മതിക്കും, യേശു മരിച്ചു. യേശു അടക്കപ്പെട്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ പറയും, ആ ശരിയാ, യേശു അടക്കപ്പെട്ടു. യേശു ഉയർത്തെഴുന്നേറ്റെന്ന് പറയുമ്പോൾ നിങ്ങൾ പറയും, ആ അതിനെനിക്ക് സംശയമില്ല, യേശു ഉയർത്തെഴുന്നേറ്റു. എന്നിട്ട് യേശു മരിച്ചെന്ന് പറഞ്ഞിട്ട് നിന്നോട് പറയുകയാണ്, അവണ്ണം നീയും മരിച്ചു. യേശു ഉയർത്തെഴുന്നേറ്റെന്ന് പറഞ്ഞിട്ട് നിന്നോട് പറയുകയാണ്, അവണ്ണം നീയും ഉയർത്തെഴുന്നേറ്റു.
അവൻ പാപസംബന്ധമായി മരിച്ചു, നീയും പാപസംബന്ധമായി മരിച്ചു. അവൻ ജഡത്തിൽ മരിച്ചു, നീയും പാപസംബന്ധമായി മരിച്ചു. ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ ഇതൊരു പെട്ടെന്ന് ഗ്രഹിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ശ്രദ്ധിച്ചാൽ മതി. ഇതെനിക്ക് ഗ്രഹിക്കാൻ പറ്റത്തില്ലെന്ന് നിങ്ങളുടെ ചെവിയിൽ ഇപ്പൊ ആരെങ്കിലും മന്ത്രിക്കുന്നെങ്കിൽ തെറ്റിദ്ധരിക്കരുത്. അത് കർത്താവിന്റെ ശബ്ദമല്ല, അത് പിശാചിന്റെ ശബ്ദം. അതിനെ നിങ്ങൾ വഴങ്ങിക്കൊടുത്ത് ഉറങ്ങാൻ ശ്രമിക്കുന്നെങ്കിൽ ഞാൻ താരാട്ട് അടുത്തരത്തേ ഉള്ളൂ. ഉറങ്ങിക്കോട്ടെ എന്ന് ഞാൻ വിചാരിക്കത്തേ. വീട്ടിൽ ഉറങ്ങാൻ സമാധാനമില്ല, എവിടെയെങ്കിലും വന്നിരുന്ന് ഉറങ്ങുന്നെങ്കിൽ അത് പ്രോത്സാഹിക്കുക. അതാണ് എന്റെ ഭാഷ. അല്ലേ പറഞ്ഞാട്ടെ, ശ്രദ്ധിച്ചു കേൾക്കുക. പാപസംബന്ധമായ ഒരു മരണമെങ്കിലുമാണെന്ന് എങ്ങനെയാണെന്നാണ് പറയുന്നത്. അവനോടുകൂടെ ഞാൻ കുഴിച്ചിടപ്പെട്ടു. ഈ ഒരു ബോധ്യം എല്ലാവരുടെ ഉള്ളിലുണ്ടാകട്ടെ. അവനോടുകൂടെ ഞാൻ കുഴിച്ചിടപ്പെട്ടു. തൊട്ടടുത്ത വാക്യത്തിൽ പറയുകയാണ്, ക്രിസ്തു മരിച്ചിട്ട് 4 വാക്യം 6:4, ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാണ്. ആ വാക്യം എല്ലാവരോട് പറഞ്ഞേ, ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാണ്. ജീവിച്ചെഴുന്നേറ്റ പോലെ നാമും അതുപോലെ തന്നെ നമ്മളും, ക്രിസ്തു മരിച്ചതുപോലെ മരിച്ച നമ്മളും, അവന്റെ മരണത്തോട് ഏകീഭവിച്ച നമ്മളും, അവന്റെ മരണം എന്റേതാണെന്ന് ഏറ്റെടുത്ത നമ്മളും, അവനോട് ചേരുവാൻ വെള്ളത്തിലിറങ്ങിയ നമ്മളും, അവൻ ഉയർത്തെഴുന്നേറ്റ പോലെ തന്നെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് നമ്മിൽ സംഭവിക്കും. എന്നിട്ട് പറയുകയാണ്, അത് ഏത് ഉയർത്തെഴുന്നേൽപ്പെന്നാ പറയുന്നേ? അവരുടെ 4 വാക്യം കാണുന്നുണ്ടല്ലോ. അവന്റെ മരണത്തിൽ, അങ്ങനെ അവന്റെ മരണത്തിൽ പങ്കാളിയായിരുന്ന സ്നാനത്താൽ അവനോടുകൂടെ പിടിച്ചിടപ്പെട്ടു. തൊട്ടടുത്ത വാക്യത്തിൽ, ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചിരുന്നേറ്റ പോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. ജീവന്റെ പുതുക്കത്തിൽ സ്വർഗത്തിൽ പോകേണ്ടതിനെന്നല്ല, ജീവന്റെ പുതുക്കത്തിൽ നടക്കണം. എവിടെ 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 എവിടെ? ഈ ഭൂമി. ജീവന്റെ പഴക്കമുണ്ട്, ജീവന്റെ പുതുക്കമുണ്ട്. ജീവന്റെ പുതുക്കം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനുള്ളവൻ ലഭിക്കുന്നതാണ്. ഏതാ വചനം പറയുന്നു? ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പഴയ, അങ്ങനെയാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പഴയ സൃഷ്ടിയായി. അങ്ങനെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ, ഇല്ല മിണ്ടാതിരിക്കുക. അങ്ങനെയാണോ? അല്ല. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി. പറഞ്ഞാൽ അവൻ പുതിയ സൃഷ്ടിയായി. പഴയത് കഴിഞ്ഞു പോയി. കാരണം എവിടെയാണ് ഈ പഴക്കവും പുതുക്കവും സംഭവിച്ചത്? ഈ പഴക്കവും പുതുക്കവും സംഭവിച്ചത് കണ്ണയിലും മൂക്കയിലും നാക്കയിലും ചെവിയിലും കൈയിലും കാലിലും ഒന്നുമല്ല. ഈ പുതുക്കവും പഴക്കവും സംഭവിച്ചത് ആത്മാവിലാണ്. യേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റപ്പോൾ വാസ്തവത്തിൽ നീ ഒരു ജീവന്റെ പുതുക്കത്തിലേക്ക് കയറുകയായിരുന്നു. ഒരു പുതുക്കത്തിലുള്ള ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. ഒന്ന് ഒച്ചത്തിൽ പറഞ്ഞേ, പുതുക്കത്തിലുള്ള ജീവിതം. നിങ്ങൾ ഒച്ചത്തിൽ പറയുന്നില്ല, ഇത് നിങ്ങൾ ഉറപ്പാണ്. വാദം പറഞ്ഞാട്ടെ, ജീവന്റെ പുതുക്കം. പഴക്കമല്ല. 25 കൊല്ലം കഴിഞ്ഞ് ഇപ്പൊ ഞാനങ്ങ് വഴങ്ങി പാരമ്പര്യമൊക്കെ തലക്ക് പിടിച്ച് പഴകിയിരിക്കുകയല്ല. ഓരോ ദിവസം ചെന്ന് തോറും പുതുക്കം 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 പുതുക്കം. ഇനി പറയട്ടെ, പുതുക്കം. നാമും അവന്റെ ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. കണ്ടോ, പാപസംബന്ധമായി ഒരു മരണം വ്യാപരിച്ചവരും മാത്രമേ ജീവന്റെ ആത്മസംബന്ധമായ പുതുക്കം ആസ്വദിക്കാൻ കഴിയുള്ളൂ. 2 പ്രാവശ്യം പറയാം, എല്ലാവരും കേട്ടോ. പാപസംബന്ധമായി മരണം സംഭവിച്ചവരും മാത്രമേ യേശു ക്രിസ്തുവിലൂടെയുള്ള ജീവന്റെ പുതുക്കം അറിയാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ അവനൊരു വ്യത്യാസം തോന്നുകയില്ല. പണ്ടും കുറ്റം പറയും, ഇപ്പോഴും കുറ്റം പറയും. പണ്ടും അതും ഇത് പറയും, ഇന്നും അതും ഇതും പറയും. പണ്ടും കാണാത്ത കാണും, ഇന്നും കാണാത്ത കാണും. എന്നാൽ പുതുക്കം നിന്നിൽ സംഭവിച്ചാൽ നീ പറയും, പഴഞ്ച കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ വയ്യ. അനുരഞ്ജനപ്പെടുത്തിയാലും അനുരഞ്ജനപ്പെടാൻ കഴിയാത്ത ഒരു ആത്മമണ്ഡലത്തിലേക്ക് ഇന്നും പകൽ സഭ കയറി വരട്ടെ. ഞാൻ വ്യക്തമായി ഇന്ന് ഇവിടെ ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് സൂക്ഷിക്കാൻ ഒരുങ്ങുമ്പോൾ കർത്താവിനോട് പറയുന്നു, ഈ ഉപവാസത്തോടെ ദൈവം ചിലതിനെ തന്റെ വേലയ്ക്ക് വേണ്ടി ഒരുക്കുകയാണ്. പാപത്തിന് പട്ടുകിടക്കുന്നവനെ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയുകയില്ല. പാപസംബന്ധമായി മരിച്ചവനെ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയും. ഇന്ന് അല്പം കൊണ്ടും അധികം കൊണ്ട് ഈ ദൂതിന്റെ പ്രസംഗത്തിലൂടെ എന്റെ ആശ പാപസംബന്ധമായ ഒരു മരണവും ക്രിസ്തു സംബന്ധമായ ഒരു ജീവനും നമ്മിൽ വ്യാപരിക്കണമെന്നാണ്. ഒന്നുകൂടെ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഒന്നുകൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. പാപസംബന്ധമായ ഒരു മരണം. ഇനി ഒന്ന് നിങ്ങൾക്ക് പറയാൻ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞ പാപസംബന്ധമായ ഒരു മരണം. പക്ഷത്തിൽ പറഞ്ഞിട്ട് പാപസംബന്ധമായ ഒരു മരണം. ഓക്കെ, 6 വാക്യം നോക്കി. 6 വാക്യം 6:6 പറയാൻ എളുപ്പമുണ്ട്. 6:6. നാം ഇനി പാപത്തിന് അടിമപ്പെടാത്തവണ്ണം പാപം
പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അറിയുന്നു എന്നുള്ള വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. കണ്ടോ, സ്നാനപ്പെട്ടത് കൊണ്ട് ജയാളിയാകണമെന്നില്ല. സ്നാനപ്പെട്ടപ്പം എല്ലാവരും രക്ഷപ്പെട്ടതെന്ന് പറയണ്ട, നിൽക്കട്ടെ. എപ്പോഴാണ് നീ രക്ഷപ്പെട്ടത്? ഈ അറിവ് നിന്നിൽ വ്യാപരിക്കണം. ഏതറിവ്? സ്നാനപ്പെട്ടപ്പോൾ ഞാൻ അവനോട് കൂടെ കുഴിച്ചിടപ്പെട്ടു, എന്റെ പഴയ മനുഷ്യൻ കുഴിച്ചിടപ്പെട്ടു എന്നൊരറിവ്. ഹല്ലേലൂയ. ഇത് വ്യാപരിക്കണം. ഇന്ന് ഞാൻ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ഈ ഒരു അറിവ് നമ്മളിൽ കയറണം. ഞാൻ ചത്തവനാണെന്ന് ഒരറിവ് നമ്മുടെ ഉള്ളിൽ കയറണം. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്റെ പഴയ മനുഷ്യൻ മരിച്ചതാണെന്ന് നീ ഒന്ന് അറിയണം. അവിടെ ഡിനാസ്കോ, the word ഡിനാസ്കോ is derived from two words. ഡിനാസ്കോ എന്ന പദമാണ് അവിടെ ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്നത്. When you get that knowledge, അതാണ് ഈ അറിവ് നിന്റെ മേൽ വ്യാപരിക്കുമ്പോഴാണ് you will act according to the knowledge. ആ അറിവിനൊത്തവണ്ണം നീ പ്രവർത്തിക്കാൻ തുടങ്ങും. ഞാൻ അറിയണം. ആദ്യം ഞാൻ പാപസംബന്ധമായി മരിച്ചവനാണെന്ന് അറിയുമ്പോഴാണ് അതിനനുസരിച്ച് ഞാൻ പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. എനിക്കതിനോടൊന്നും പറയാൻ വയ്യ. സോറി, ഞാൻ പാപസംബന്ധമായി മരിച്ച ആളാണെന്ന് പറയണമെങ്കിൽ I must have that understanding. എനിക്ക് അറിവുണ്ടാകണം. കേവലം ഇന്റലക്ച്വൽ നോളജ് ആയിട്ടുണ്ടായാൽ പോരാ. ബട്ട് ഇൻ മൈ സ്പിരിറ്റ് എനിക്കൊരു അഷുറൻസ് ഉണ്ടായിരിക്കണം. ഞാൻ പാപസംബന്ധമായി മരിച്ചവനാണെന്ന് എനിക്കൊരു അറിവുണ്ടാകണം. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞില്ലേലും തന്നെത്താനെന്ന് പറഞ്ഞ് പാപസംബന്ധമായി മരിച്ചവനാണെന്ന് എനിക്കൊരു അറിവുണ്ടാകണം. കാരണം അറിവാണ് ഏത് കാര്യത്തിലേക്ക് നമ്മെ നടത്തുന്നത്. നോക്കൂ, നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ കിടക്കുന്ന ഫാൻ, ആ ഫാൻ ഓൺ ചെയ്യാൻ കാര്യം ഒരു അറിവാണ്. അല്ലെങ്കിലും അതിന്റെ ചോട്ടിലിരുന്ന് ഒരു പേപ്പർ ഇട്ട് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കും. ഓക്കെ, അറിവാണ് അത് ഓൺ ചെയ്യാൻ കാരണം. കസേരയിലിരിക്കുന്ന സഹോദരി സഹോദരന്മാർ, നിങ്ങൾ എന്തുകൊണ്ട് കസേരയിലിരുന്നു? അവരോട് ചോദിച്ചാൽ പറയും കസേര ഉണ്ടെന്നുള്ള അറിവാണ് ഞങ്ങളെ കസേരയിലിരുത്താൻ കാര്യം. റൈറ്റ്? എന്തുകൊണ്ട് മൈക്രോഫോൺ കൊണ്ട് പ്രസംഗിക്കുന്നത്? മൈക്രോഫോൺ മാറ്റി പിടിച്ച ഒച്ചത്തിൽ സംസാരിച്ചുകൂടെ? ഞാൻ പറയും മൈക്രോഫോൺ ഉണ്ടെന്നുള്ള അറിവാണ് ഇത് എടുക്കാൻ എന്നെ കാര്യം. ഇതുപോലെ തന്നെ ഞാൻ പാപസംബന്ധമായി മരിച്ചവനാണ് എന്നൊരു അറിവ് എന്നിൽ വ്യാപരിക്കുമ്പോഴാണ് അതിന്റെ ജയം എന്നിൽ വ്യാപരിക്കുന്നത്. ഇന്ന് ഈ അറിവ് നിന്നിൽ തള്ളിക്കയറട്ടെ. ഈ അറിവ് നിന്നിൽ തള്ളിക്കയറട്ടെ. ഈ അറിവ് നിന്നിലൊന്ന് ഓപ്പറേറ്റ് ചെയ്യപ്പെടട്ടെ. ഞാൻ ലോകത്തിന് മരിച്ചവനാണെന്ന് പറഞ്ഞാട്ടെ. ഞാൻ ലോകത്തിന് മരിച്ചവനാണെന്ന് പറഞ്ഞാട്ടെ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാൻ ചോദിക്കാം, ഞാനൊരു ശവത്തെ ഇവിടെ കൊണ്ടുവച്ചിട്ട് ആ ശവത്തിന് വേണ്ടി ചൂടുവെള്ളം കോരി ഒഴിച്ചാലും ആ ശവം എന്നോട് തിരിച്ചെടുത്തിട്ട് ചോദിക്കത്തില്ല നിന്നെ ഇന്ന് കാണിച്ചതാണ് എന്താ കാര്യം? അത് ചത്തതാണ്. ഒരു ശവത്തെ ഇവിടെ നാട്ടിൽ നിർത്തിയിട്ട് ഈ ശവം ചെയ്തിട്ടില്ലാത്തതെല്ലാം അതിനെ പറ്റി പറ. ഇങ്ങനെ ഇന്നടത്തുനിന്ന് ഇന്നത് ചെയ്തു, ഇങ്ങനെ